Divine Thoughts, a journey to the innermost recesses of our soul. വത്സരത്തിലെ ഒരു പുതിയ കാലമായ കൈത്തക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈശോയുടെ 12 സ്ലീഹന്മാർ മിശിഹായ്ക്ക് ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകി സഭയ്ക്ക് ജന്മം നൽകിയ ആ സംഭവങ്ങളെ അനുസ്മരിച്ചിരുന്ന സ്ലീഹാകാലത്തിന് ശേഷം ആ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട സഭാ സമൂഹങ്ങളുടെ വളർച്ചയെക്കുറിച്ച്, അതിലുണ്ടായ വിളവിനെക്കുറിച്ച് ആണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. കൈത്ത എന്ന സുറിയാനി പദത്തിന് വേനൽക്കാലം എന്നാണ് അർത്ഥം. വേനൽക്കാലം വിളവെടുപ്പിൻ്റെ ഫലശേഖരണത്തിൻ്റെ കാലമാണല്ലോ. സ്ലീഹാകാലത്തിന് ശേഷം വരുന്ന കൈത്താക്കാലം സ്ലീഹന്മാരുടെ പ്രഘോഷണ ഫലമായി രൂപം കൊണ്ട സഭാ സമൂഹങ്ങളുടെ ആ ഫലങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുന്ന, സവിശേഷമാമിതം ഈ സഭാ സമൂഹങ്ങളിലുണ്ടായിട്ടുള്ള വലിയ ദൈവശാസ്ത്രജ്ഞരെയും സഭാപിതാക്കന്മാരെയും ഒക്കെ അനുസ്മരിക്കുന്ന കാലമാണ്. ഇതിലെ സഭാപിതാക്കന്മാർ, നമ്മുടെ കുർബാനയുടെ തന്നെ ശില്പികളിൽ ഒരാളായ മാറിയെയും മറ്റുമൊക്കെ അനുസ്മരിക്കുന്ന കാലമാണ് കൈത്താക്കാലം. ദൈവപരിപാലനയിൽ നമ്മുടെ സഭയിൽ നിന്നുള്ള ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായ അൽഫോൻസാമ്മയുടെ തിരുനാളും ഈ കാലത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെയാണ് നാം ആഘോഷിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 12 സ്ലീഹന്മാരുടെ പ്രത്യേക ഓർമ്മയാണ് കൈത്താക്കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുന്നത്. കാരണം സ്ലീഹന്മാരാണ് ഈ സഭയ്ക്ക് അടിസ്ഥാനമിട്ടത്, മൂലക്കല്ലായ മിശിഹായെക്കുറിച്ച് പ്രഘോഷിച്ചതും മിശിഹായിലേക്കുള്ള വിശ്വാസത്തിലേക്ക് ജനസമൂഹങ്ങളെ ക്ഷണിച്ചതുമല്ല. അതുകൊണ്ടാണ് ആദ്യ ഞായറാഴ്ച 12 സ്ലീഹന്മാരെ അനുസ്മരിക്കുന്നത്. ഈ ബന്ധം കൊണ്ട് തന്നെയാണ് ആദ്യത്തെ വായന, പഴയ നിയമത്തിലെ വായന, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്ന് ഏലിയ പ്രവാചകൻ വ്യാജപ്രവാചകന്മാരുടെ, ബാൽദേവനെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയിരുന്ന ആ വ്യാജപ്രവാചകന്മാർ അഗ്നി ഇറങ്ങി ഏലിയയുടെ ബലി സ്വീകരിക്കുകയും വ്യാജപ്രവാചകന്മാരുടെ തിരസ്കരിക്കപ്പെടുകയും ചെയ്ത ആ സന്ദർഭത്തിൽ അവിടെ ഒരു 12ന്റെ സൂചനയുണ്ട്. യാക്കോബിൻ്റെ 12 മക്കളെ, അവരുടെ പിന്തുടർച്ചയായിരുന്ന 12 ഗോത്രങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള 12 കല്ലുകൾ ചേർത്ത് ആണ് ബലിപീഠം നിർമ്മിച്ചാണ് ഏലിയ പ്രവാചകൻ ബലി അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. തകർക്കപ്പെട്ട് കിടന്നിരുന്ന കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ചത് ഈ 12 കല്ലുകൾ ശേഖരിച്ച് ആ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ബലിപീഠത്തിന്മേലാണ്. അതിൻ്റെ പൂർത്തീകരണം യഥാർത്ഥ ബലിപീഠമായ ആ സഭ രൂപീകരിക്കപ്പെടുന്നത് 12 സ്ലീഹന്മാരാകുന്ന അടിസ്ഥാന ശിലകളിലാണ് എന്നുള്ള സത്യം അന്നേ അവിടെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ 5-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എപ്രകാരമാണ് സ്ലീഹന്മാരുടെ പ്രഘോഷണം വഴി, അവരുടെ കരങ്ങൾ വഴി അടയാളങ്ങളും അത്ഭുതങ്ങളെങ്കിലും വീണാൽ രോഗികൾ സുഖം പ്രാപിക്കുമെന്നൊരു പ്രതീക്ഷയോടെ അദ്ദേഹം കടന്നുപോയിരുന്ന വഴിയരികിൽ പോലും രോഗികളെ മറ്റുള്ളവർ കൊണ്ടുവന്ന് കിടത്തിയിരുന്നതും അവർ സൗഖ്യം പ്രാപിച്ചിരുന്നതുമായ രംഗം നമ്മൾ കാണുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈശോ ആരംഭിച്ചു വെച്ച ദൈവരാജ്യ സ്ഥാപിക്കലിൻ്റെ, ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി അവിടുന്ന് ചെയ്ത ആ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും തുടർച്ചയായിരുന്നു. അതാണ് സുവിശേഷത്തിൽ നമ്മളിന്ന് കേൾക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 7 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അവിടെയുള്ള രംഗം മനസ്സിലാകണമെങ്കിൽ 14-ാം അധ്യായത്തിൽ 1 മുതൽ വിവരിക്കപ്പെടുന്ന ആ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് സഭാപിതാക്കന്മാർ പറയും. അവിടെ 14-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഫരിസയൻ്റെ ക്ഷണപ്രകാരം ഒരു സാബത്ത് ദിവസത്തിൽ ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് വിരുന്നിന് പോകുന്നതാണ്. ഇതേക്കുറിച്ച് അലക്സാൻഡ്രിയയിലെ സിറിൽ പിതാവ് പറയും, ഈശോ പോയത് വിരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രബോധനം പകർന്നു നൽകുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ്. അപ്പോൾ ഈശോ ആദ്യം ഈ വിരുന്നിനെ കുറിച്ചല്ല വിശദീകരിക്കുന്നത് അവിടെ, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ മഹോദര രോഗി. മഹോദരൻ നമുക്കറിയാം, വയറിൽ വെള്ളം കെട്ടി വയറ് വീർക്കുന്ന അസുഖമാണ്. അപ്പോൾ അങ്ങനെ ശാരീരികമായി അദ്ദേഹത്തിന്
പ്രവർത്തനക്ഷമമല്ലാതാക്കി തീർത്തിരുന്ന ആ അസുഖത്തിൽ നിന്ന് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചാണ് അവൻ അവിടെ എത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ കൂടിയിരുന്ന ഫരിസേയരുടെ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഈശോ ചോദിക്കുകയാണ്, സാപത്തിൽ ഇവനെ സുഖപ്പെടുത്തുന്നത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന്. കാരണം നിയമത്തിന്റെ വള്ളിപുള്ളി മാറാതെയുള്ള അക്ഷരശയുള്ള അനുസരണത്തിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കൂ എന്ന് വിചാരിച്ചിരുന്ന ഫരിസേയരോടാണ് ഈശോ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മറുപടി പറയാതിരുന്നത്. അവർ നിശബ്ദരായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നിശബ്ദത വ്യക്തമാക്കിയത് അവരുടെ ഹൃദയകാഠിന്യമാണ് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അവര് അവരുടെ പ്രത്യേകിച്ച് അലക്സാണ്ട്രിയ സിറിൽ പിതാവ് തന്നെ പറയുന്നത് ആ നിശബ്ദത അവരുടെ ഹൃദയകാഠിന്യത്തിന്റെ പ്രതിഫലനമായിരുന്നു. ദൈവമഹത്വത്തിനായിട്ടും നമ്മുടെ വിശ്രമത്തിനും സഹോദരരുടെ ശുശ്രൂഷയ്ക്കുമായിട്ടാണ്. അപ്പോൾ ഈ യഥാർത്ഥ ദൈവമഹത്വം, ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചുവോ, എങ്ങനെ മനുഷ്യൻ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിലൂടെ പുനഃപ്രതിഷ്ഠിക്കുന്നതിലൂടെയാണ്. അപ്പോൾ അത് സാധ്യമാക്കുകയാണ് ഈശോ ചെയ്യുന്നത്. അപ്പോൾ സാപത്ത് നിയമം ലംഘിക്കുകയല്ലായിരുന്നു, മറിച്ച് സാപത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇവനെ സുഖപ്പെടുത്തിക്കൊണ്ട്, മഹോദര രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് എന്ന് ക്രിസോസ്തോം പിതാവും ജോൺ ക്രിസോസ്തോമും പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യം സാധ്യമാക്കുകയാണ് ചെയ്തത്. അത് യഥാർത്ഥ വിശ്രമം എന്താണ് അതിൻ്റെ മനുഷ്യനെ പുനരുദ്ധരിക്കുന്നത്, മനുഷ്യനെ പൂർവ്വസ്ഥിതിയിലേക്ക്, അവൻ്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് ആക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്രമം എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തന്നെ ക്ഷണിച്ചവനോടും പറയുന്നുണ്ടല്ലോ, വിരുന്ന് നടത്തുമ്പോൾ ക്ഷണിക്കേണ്ടത് തിരിച്ച് ക്ഷണിക്കുവാൻ കഴിവുള്ളവരെ അല്ല, മറിച്ച് പാവപ്പെട്ടവരെയും അംഗഹീനരെയും പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കുമെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ആ പുനരുത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം, അവിടെയായിരിക്കണം നമ്മുടെ കണ്ണ് എന്നാണ് ഈശോ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഭാപിതാവായ ഇരണേവൂസ് പറയുന്നത്, യഥാർത്ഥ സാപത്തായ നീതിമാന്മാരുടെ ഉത്ഥാനത്തിൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറച്ച ആ വിരുന്ന് മേശയാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് ഇരണേവൂസ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ സാപത്ത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ സാപത്തല്ല, മറിച്ച് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലുള്ള ആ ജീവിതമാണ്, നിത്യജീവിതമാണ് യഥാർത്ഥ സാപത്ത് എന്ന് ഇരണേവൂസ് പിതാവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം ഈശോയുടെ മറ്റു പ്രബോധനങ്ങൾ. വിളിച്ചവനോട് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരുന്നവർ പ്രമുഖ സ്ഥാനം തിരഞ്ഞെടുക്കുവാൻ വേണ്ടി തത്രപ്പെടുമ്പോൾ, ഓടി നടക്കുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചാൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് പോയി നിന്നോട് പുറകിലേക്ക് മാറിയിരിക്കുക, അവനവിടെ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിതനാവും എന്നുള്ളത് കൊണ്ട് തന്നെ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കാനും അങ്ങനെ ഇരുന്നാൽ ബഹുമാനിക്കപ്പെടുവാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ഈശോ ഇത് പറയുമ്പോൾ 11-ാം വാക്യത്തിൽ അതിൻ്റെ എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ തത്വം എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണിത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ വിരുന്നിലെ ആ ക്രമം, പ്രയോറിറ്റി നിശ്ചയിക്കുകയായിരുന്നില്ല ഈശോയുടെ ലക്ഷ്യം. മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് സഭാപിതാവായ അംബ്രോസ്, മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസ്, ഈ ആ രണ്ട് രംഗങ്ങളെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതും ഈശോ തുടർന്ന് നൽകുന്ന പ്രബോധനവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നുണ്ട്. മഹോദര രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ ശാരീരികമായി അവൻ്റെ കുറവ് പരിഹരിക്കുകയാണ് ചെയ്തത് എങ്കിൽ, ഇവിടെ ആന്തരികമായിട്ട് ആത്മീയമായിട്ടുണ്ടായിരുന്ന ഇവരുടെ ഈ വയറുവീർപ്പ്, ഈ മഹോദരം, അത് അഹങ്കാരം കൊണ്ടാണ് സ്വയം പ്രശംസയും എല്ലാം ഈശോ സുഖപ്പെടുത്തുകയാണ് 2-ാം ഭാഗത്ത് ചെയ്യുന്നത് എന്നാണ് സഭാപിതാവായ അംബ്രോസ് പറയുന്നത്. അങ്ങനെ അവരുടെ ആ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി ഇതല്ല വേണ്ടത്, എളിമയിലാണ്, സ്വയം താഴ്ത്തുന്നതിലാണ് മനുഷ്യന്റെ മഹത്വം ഇരിക്കുന്നത്. ആ എളിമയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ദൈവ ഐക്യത്തിലേക്കുള്ള വഴിയും ഈ എളിമയിൽ തന്നെയാണ് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിലും ജീവിതത്തിലും എല്ലാം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ ദൈവമായിരുന്നെ അവിടുന്ന് അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ മനുഷ്യനാകുമ്പോൾ വ്യക്തമാക്കിയത്, മനുഷ്യനായി തീർന്നപ്പോൾ, ദാസന്റെ രൂപം സ്വീകരിച്ചപ്പോൾ, കുരിശിൽ മരിച്ചപ്പോഴെല്ലാം
ഈ ശൂന്യവൽക്കരണമാണല്ലോ, കെനോസിസ് ആണല്ലോ, ഈ എളിമയുടെ പാഠമാണല്ലോ നൽകിയത്. അപ്പോൾ അതാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ, തന്നെ തന്നെ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഉയർത്തപ്പെടുമെന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥവും അതാണ്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായം അവിടെ സഭയിലുണ്ടായിരിക്കേണ്ട ഐക്യത്തെക്കുറിച്ചും മനസ്സിലും ചിന്തയിലും ഉണ്ടാകേണ്ട യോജിപ്പിനെക്കുറിച്ചുമൊക്കെയാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സീറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമായ പ്രബോധനമാണ് പൗലോസ് ശ്ലീഹായുടേത്. മിശിഹ വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ, നിങ്ങളുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മോട് തന്നെ ശ്ലീഹ നേരിട്ട് ചോദിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഏലിയാ പ്രവാചകനെ പോലെയുള്ള തീക്ഷ്ണതയുള്ളവരുണ്ടാവുക എന്നുള്ളതാണ്. സത്യദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന, സത്യദൈവത്തിലുള്ള സ്നേഹത്തില്, വിശ്വസ്തതയില്, അവിടുത്തോടുള്ള ഭക്തിയില്, തീക്ഷ്ണതയില് ജ്വലിക്കുന്ന ഏലിയാ പ്രവാചകന്മാരെന്നുണ്ടാകണം. കാരണം അതുണ്ടെങ്കിൽ ഏലിയാ ചെയ്തതുപോലെ തകർക്കപ്പെട്ട് കിടന്നിരുന്ന ബലിപീഠത്തെ ഏലിയാ പ്രവാചകൻ പുനരുദ്ധരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് സംപ്രീതികരമായ ബലി അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. രാജകുമാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ നമ്മളിന്ന് വായിക്കുന്ന ആദ്യത്തെ വാചകം തന്നെ സൂചിപ്പിക്കുന്നതാണ്, ബലിപീഠം തകർന്നു കിടക്കുന്നു, അത് നമുക്ക് പുനരുന്നതനായ ആ ദൈവത്തിന്റെ പൗത്രീകരിക്കുന്ന സ്ഥലമായിരിക്കുന്ന ഈ മദ്ബഹയില് ദീപമഹത്വം കൊടികൊള്ളുന്ന ആ തിരുസന്നിധാനത്തില് സംപൂജ്യമായ ത്രോണോസിന്റെയും സുദീർഘമായ സിംഹാസനത്തിന്റെയും സ്നേഹചൈതന്യം തുളുമ്പുന്നതും ഭയഭക്തിജനകവുമായ ആ ന്യായാസനത്തിന്റെയും മുൻപാകെ ഹല്ലേലൂയ പാടുന്ന ആ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും 10,000 ചേർന്ന്, പരിശുദ്ധനെന്ന് ആലപിക്കുന്ന ശ്രാപ്യന്മാരോടും മുഖ്യദൂതന്മാരോടും ചേർന്ന്, അഗ്നിമയന്മാർ പോലും കാലുകുത്തുവാൻ വിറയലോടെ നിൽക്കുന്ന ആ സ്ഥലത്ത് യാതൊരു ബഹുമാനവുമില്ലാതെ സമരാഭാസങ്ങൾ നടത്തുന്ന, ബലിപീഠത്തെ അധിക്ഷേപിക്കുന്ന, അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ നടത്തുന്ന, ബലിപീഠത്തെയും വചനപീഠത്തെയും എല്ലാം തള്ളിമറിച്ചിടുന്ന, അങ്ങനെ ആ അപമാനിക്കപ്പെടുന്ന ബലിപീഠങ്ങൾ ധാരാളമുള്ള നമ്മുടെ സഭയിൽ ഏലിയായെ പോലെയുള്ള പ്രവാചകന്മാരുണ്ടാകേണ്ടതുണ്ട്. ഈ ബലിപീഠങ്ങൾ പുനരുദ്ധരിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ദൈവത്തിന് സംപ്രീതികരമായ ബലിയർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.